ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 6ാം നാൾ. ഇന്ന് നമ്മൾ നിവേദ്യമായി ഉണ്ടാക്കുന്നത് ചെറുപയർ ചുണ്ടലും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഹൽവയുമാണ്. ആദിപരാശക്തിയുടെ അവതാരങ്ങളിൽ 6ാമത്തെ ഭാവമാണ് കാർത്യായനി ദേവി. നവരാത്രിയുടെ 6ാം നാളിലാണ് കാർത്യായനി ദേവിയെ ആരാധിക്കുന്നത്. മഹിഷാസുരനെ വധിക്കുന്നതിനായി ദേവന്മാരുടെ കോപത്തിൽ നിന്നാണ് ദേവി അവതാരമെടുത്തത് എന്നാണ് വിശ്വാസം. 4 കൈകളും ഖഡ്ഗവും പത്മവും കൈകളിൽ ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ദേവി ഉള്ളത്. ഇന്നത്തെ നിറം ചുവപ്പാണ്. കാർത്യായനി ദേവിയെ നവരാത്രിയുടെ 6ാം ദിനത്തിൽ ഭജിക്കുന്നതിലൂടെ ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. 6ാം ദിവസം ആരംഭിക്കുന്ന കാർത്യായനി പൂജയിലൂടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുകയും ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. വിശുദ്ധിയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമാണ് ഈ ദിനത്തിൽ സംഭവിക്കുന്നത്. അറിവില്ലായ്മയ്ക്ക് മേൽ ജ്ഞാനം നേടുന്ന വിജയമാണ് ഈ 6ാം ദിനത്തിൽ സംഭവിക്കുന്നത്. 6ാം ദിനത്തിലെ പൂജ വളരെയധികം ഗുണങ്ങൾ കന്യകമാർക്ക് നൽകുന്നുണ്ട്. കാർത്യായനി വ്രതം അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് ഇഷ്ടപതിയെ ലഭിക്കുന്നതിന് അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം. കാർത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത്. മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ലക്ഷ്മി, സരസ്വതി എന്നീ ദേവിമാർ കാർത്യായനി ദേവിയിൽ ലയിച്ചു എന്നാണ് വിശ്വാസം. ഇങ്ങനെയാണ് ആദിപരാശക്തിയായി മഹിഷാസുരമർദ്ദിനിയായി മാറിയത്. നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനി ഭാവമാണ് 6ാം ദിവസം ആരാധിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ ചുണ്ടലാണ്. ആരോഗ്യത്തിന് സഹായിക്കുന്നവയിൽ ഭക്ഷണം പ്രധാനമാണ്. ചിലതരം ഭക്ഷണങ്ങൾ അനാരോഗ്യം നൽകുമ്പോൾ ചിലത് ആരോഗ്യം നൽകുന്നു. പൊതുവെ പയർവർഗ്ഗങ്ങൾ ആരോഗ്യകരമാണെന്ന് പറയാം. പയർവർഗ്ഗങ്ങളിൽ തന്നെ ഏറ്റവും ആരോഗ്യകരമാണ് ചെറുപയർ. ലോകത്തിലെ സസ്യ അധിഷ്ഠിത പ്രോട്ടീൻ്റെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിൽ ഒന്നായതിനാൽ ചെറുപയർ ഒരു സൂപ്പർ ഫുഡായി കണക്കാക്കപ്പെടുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നു. ഇതിലെ പെക്റ്റിൻ എന്ന ദഹിക്കുന്ന നാര് കുടൽ ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല ബാക്ടീരിയകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. നല്ലൊരു അയൺ ടോണിക് ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ചെറുപയർ. സൂര്യതാപം, ഉയർന്ന ശരീര താപനില, ദാഹം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചെറുപയറിലുണ്ട്. പ്രോട്ടീൻ സമ്പുഷ്ടമാണ് ചെറുപയർ. ഇതിനാൽ തന്നെ തടി കുറയ്ക്കാൻ ഏറെ ഗുണകരവും. ഇതിൽ കാർബോഹൈഡ്രേറ്റ് തീരെ കുറവാണ്. നാരുകൾ ധാരാളമുണ്ട് താനും. ഇത്രയും ഗുണങ്ങളുള്ള ചെറുപയർ വെച്ച് നമ്മൾക്ക് ചുണ്ടലുണ്ടാക്കാം. ഇതിന് 1 കപ്പ് ചെറുപയർ കഴുകി വെള്ളമൊഴിച്ച് 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത ചെറുപയർ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ വേവിക്കുക. 15 മിനിറ്റ് കുക്കർ തണുക്കാൻ വയ്ക്കുക. തണുത്തതിനു ശേഷം ചെറുപയറിലെ വെള്ളം ഊറ്റിക്കളയുക. നമ്മൾ കുതിർത്തത് കൊണ്ട് തന്നെ 1 വിസിൽ വരെ വേവിച്ചാൽ തന്നെ പയർ ആവശ്യത്തിന് കുഴയാതെ വെന്തു വരും. ഇനി ഇത് താളിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. എണ്ണ ചൂടായാൽ 1/4 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുക. അതിനുശേഷം വേവിച്ച പയർ ചേർക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം 1 പിടി ഫ്രഷ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി വെള്ളം വറ്റിച്ചെടുത്താൽ പോഷക ഗുണങ്ങളുള്ള ചെറുപയർ ചുണ്ടൽ തയ്യാറായി. രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഹലുവയാണ്. ഇതിന് നിങ്ങൾക്കിഷ്ടമുള്ള നട്ട്സ് ചെറുതായി മുറിച്ച് വയ്ക്കുക. നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് വാൾനട്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിസ്ത, ബദാം എന്നിവയാണ്. എല്ലാം കൂടി ഒരു ചെറിയ കപ്പിൻ്റെ അളവിൽ എടുത്താൽ മതി. ഇനി വേണ്ടത് 1/2 കപ്പ് കോൺഫ്ലോർ 1 കപ്പ് വെള്ളമൊഴിച്ച് കട്ടയില്ലാതെ കലക്കി വയ്ക്കുക. കോൺഫ്ലോർ കലക്കിയത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഫ്ലോർ അടിയിൽ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് നമ്മൾ പാനിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കുവാൻ. അടുത്തതായി നമ്മൾക്ക് അലുവ സെറ്റ് ചെയ്യാനുള്ള ട്രേ തയ്യാറാക്കി വയ്ക്കാം. നിങ്ങൾ ഏതിലാണോ അലുവ സെറ്റ് ചെയ്യാൻ ഒഴിക്കുന്നത് അതിൽ നെയ്യ് പുരട്ടി വയ്ക്കുക.
അലുവ മുറിക്കുമ്പോൾ സ്മൂത്തായി കഷ്ണങ്ങൾ ട്രേയിൽ നിന്നും വിട്ടുവരുന്നതിന് വേണ്ടിയാണ് നെയ്യ് പുരട്ടി വയ്ക്കുന്നത്. ഇനി നമ്മൾക്ക് അലുവ തയ്യാറാക്കാം. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ നെയ്യൊഴിച്ച് നമ്മൾ മുറിച്ച് വെച്ച നട്ട്സ് ഇട്ട് സിമ്മിൽ വറുക്കുക. നട്ട്സ് മൂത്ത് വരുമ്പോൾ കോരി മാറ്റാം. ഇത്ര നട്ട്സ് വറുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഉരുകിക്കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. കൂടെ നമ്മൾ കലക്കി വെച്ച കോൺഫ്ലോർ മിശ്രിതം നല്ലപോലെ കട്ടയില്ലാതെ കലക്കി അരിച്ചൊഴിക്കുക. കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. കുറുകിയ മിശ്രിതത്തിലേക്ക് ലേശം കളർ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യും വറുത്ത് വെച്ച നട്ട്സും ചേർത്ത് കുറുക്കുക. ഈ കളറിന് പകരം നിങ്ങൾക്കിഷ്ടമുള്ള കളർ ചേർക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് പാത്രത്തിൻ്റെ വശങ്ങളിൽ നിന്ന് കിനിഞ്ഞ് അലുവ പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന സ്റ്റേജിൽ നമ്മൾക്ക് നെയ്യ് പുരട്ടി വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് അലുവ വേണമോ ഹാർഡ് വേണമോ എന്നുള്ളതിനനുസരിച്ച് അലുവയുടെ പാകം നിങ്ങൾക്ക് തീരുമാനിക്കാം. അലുവ പാത്രത്തിൽ നല്ല കട്ടിയായി ബാൾ പരുവത്തിലാണ് എടുക്കുന്നതെങ്കിൽ അലുവ ലേശം ഹാർഡായിരിക്കും. സോഫ്റ്റ് അലുവയാണ് വേണ്ടതെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ വാങ്ങുക. ഇത് ചൂടോടെ ദേവിക്ക് നിവേദിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മുറിക്കുന്നില്ല. ആറിയ ശേഷം മുറിച്ച് സെർവ് ചെയ്യാം. ഈ ഹൽവ സോഫ്റ്റും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. കാണാനും കഴിക്കാനും നല്ല രുചിയുള്ള ഈ പലഹാരം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഈ അലുവ ഉണ്ടാക്കി തരുവാൻ ഇടയ്ക്കിടെ അവർ ആവശ്യപ്പെടും. കളർ നിങ്ങൾക്കിഷ്ടമുള്ളത് അലുവയിൽ ചേർക്കാം. പച്ചയോ മഞ്ഞയോ നീലയോ കറുപ്പോ ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. പ്രസാദമാണല്ലോ ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ്. ഏത് പ്രസാദവും ദൈവത്തിന് നിവേദിച്ച ശേഷം കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അലുവ എത്ര സോഫ്റ്റാണെന്ന്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ചെറുപയർ ചുണ്ടലും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഹൽവയും നിറഞ്ഞ ഹൃദയത്തോടെ അതിലേറെ ഭക്തിയോടെ ദേവിക്ക് സമർപ്പിക്കുന്നു. കാർത്യായനി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.